നമസ്കാരം. ധനകാര്യത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ബന്ധൻ സ്മോൾ ക്യാപ്പ് ഫണ്ടിനെ കുറിച്ചാണ്. ഈ വീഡിയോയിൽ ഫണ്ടിൻ്റെ പ്രവർത്തനം എങ്ങനെ, പോർട്ട്ഫോളിയോ ഘടന, നിക്ഷേപ തന്ത്രം എന്നിവയെക്കുറിച്ചുള്ള വിശദമായ അവലോകനം നൽകുന്നു. കഴിഞ്ഞ 5 വർഷത്തെ വാർഷിക വളർച്ചാ നിരക്ക് എത്രയായിരുന്നു, വരാൻ പോകുന്ന 5 വർഷത്തെ വാർഷിക വളർച്ചാ നിരക്ക് എങ്ങനെയായിരിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ വിശദീകരിക്കുന്നത്. ഈ ഫണ്ട് തുടങ്ങിയത് 2020 ഫെബ്രുവരിയിലാണ്. ഫണ്ട് മാനേജർ മനീഷ് ഗുവാൻഹി, കീർത്തി ജെയിൻ എന്നിവരാണ് ഫണ്ട് മാനേജേഴ്സ്മാർ. അനുഭവ സമ്പത്തുള്ള, ഒരുപാട് മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ഫണ്ട് മാനേജേഴ്സാണ്. ഏതാണ്ട് 20 വർഷത്തോളം ഈ മേഖലയിലുള്ള എക്സ്പീരിയൻസ് ഫണ്ട് മാനേജേഴ്സ് ഉണ്ട്. എക്സ്പെൻസ് റേഷ്യോ 1.72% ഇത് മറ്റുള്ള ഈ കാറ്റഗറിയും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കാറ്റഗറികളുമായി നോക്കുമ്പോൾ ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. ആസ്തിയുടെ ആകെ മൂല്യം, അതായത് അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് 2025 9,236 കോടി രൂപയാണ്. ഇനി പെർഫോമൻസ് എങ്ങനെയായിരുന്നു കഴിഞ്ഞ 5 വർഷത്തെ പെർഫോമൻസ് എന്ന് നോക്കാവുന്നതാണ്. പെർഫോമൻസ് ഓവർവ്യൂ. 5 വർഷത്തെ കോമ്പൗണ്ടിങ് ആനുവൽ ഗ്രോത്ത്, അതായത് വാർഷിക വളർച്ചാ നിരക്ക് 36.23% അതായത് ഈ കാറ്റഗറി ആവറേജ് 35.43%. അതായത് ഈ ഭാഗത്തിലെ കാറ്റഗറിയിലെ ആവറേജ് 35.43% ഫണ്ട് കൊടുത്തത് 36.23%. അടുത്ത 3 വർഷത്തെ വാർഷിക വളർച്ചാ നിരക്ക് ഇത്രയും നോക്കാവുന്നതാണ്. 3 വർഷം കൊണ്ട് 25.16% ആണ് ഫണ്ട് വളർച്ച ഉണ്ടായത്. അതേസമയം കാറ്റഗറി, ഈ ഭാഗത്തിലുള്ള മറ്റു കാറ്റഗറിയിലെ ആവറേജ് എന്ന് പറയുന്നത് 17.69%. അതായത് 3 വർഷത്തെ KGR എടുത്താലും ഫണ്ടിൻ്റെ വളർച്ച നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഭാഗത്തിലെ മറ്റു ഫണ്ടുകളേക്കാൾ ശക്തമായ രീതിയിലാണ് വളർച്ച രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു വർഷം 1 ഇയർ വാർഷിക വളർച്ചാ നിരക്ക് 19.5%. അതായത് കാറ്റഗറി ആവറേജ് 8.29%. ഈ ഭാഗത്തിലെ മറ്റു ഫണ്ടുകളുമായി, ഈ മറ്റ് കാറ്റഗറികളുമായി നോക്കുമ്പോൾ 19.5% വളർച്ച ഫണ്ട് നേടിയപ്പോൾ മറ്റു കാറ്റഗറി ആവറേജ് 8.29%. ഈ ഫണ്ടിൻ്റെ സ്ഥിരമായ മികച്ച വരുമാനം നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഈ പെർഫോമൻസ് ഓവർവ്യൂയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പോർട്ട്ഫോളിയോ കോമ്പോസിഷൻ, ഇത് പോർട്ട്ഫോളിയോ ഘടന എങ്ങനെയെന്ന് നോക്കാവുന്നതാണ്. ഇക്വിറ്റിയിലെ നിക്ഷേപം ഏകദേശം 91.6% ഇക്വിറ്റിയിൽ തന്നെയാണ് നിക്ഷേപിക്കുന്നത്. അതിൽ തന്നെ സ്മോൾ ക്യാപ്പ് വിഭാഗത്തിൽ ഏതാണ്ട് 75.5% സ്മോൾ ക്യാപ്പ് വിഭാഗത്തിൽ തന്നെയാണ് നിക്ഷേപിക്കുന്നത്. പ്രധാന മേഖലകൾ ഏതൊക്കെയാണത്, പ്രധാന സെക്ടേഴ്സ് ഏതൊക്കെയെന്ന് നോക്കാവുന്നതാണ്. ഫിനാൻഷ്യൽ സെക്ടർ 19.55%, ഹെൽത്ത് കെയർ 12.44%, സർവീസ് 9.27%, കൺസ്ട്രക്ഷൻ 8.16%. ഇങ്ങനെയാണ് പ്രധാനമായ സെക്ടറുകളിലെ നിക്ഷേപങ്ങൾ. ഇനി പ്രധാനമായി ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയെന്ന് നോക്കാവുന്നതാണ്. ഷോഫ ലിമിറ്റഡ് 2.95%, L&T ഫുഡ് 2.64%, ദി സൗത്ത് ഇന്ത്യൻ ബാങ്ക് 2.54%, ചോളമണ്ഡലം ഫിനാൻഷ്യൽ ഹോൾഡിങ്സ് 2.28%. ഇങ്ങനെയാണ് ഇതിൽ നിക്ഷേപിച്ചിരിക്കുന്ന ടോപ്പ് ഹോൾഡിങ്സുകൾ, പോർട്ട്ഫോളിയോ ഹോൾഡിങ്സുകൾ. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, എല്ലാ നിക്ഷേപങ്ങളും 5%-ന് താഴെ മാത്രമേ നിക്ഷേപിച്ച് കാണുന്നുള്ളൂ. ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോയിൽ ഇതിൽ നമുക്ക് നോക്കാനുള്ള ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോയിൽ ചെറു കമ്പനികളുടെ വളർച്ചാ സാധ്യത മാക്സിമം ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുന്നു എന്നതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഫണ്ടിൻ്റെ റിസ്ക് റിട്ടേൺ എങ്ങനെയെന്ന് നോക്കാവുന്നതാണ്. റിസ്ക് ആൻഡ് റിട്ടേൺ എങ്ങനെയെന്ന് നോക്കാവുന്നതാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 18.13 ഇത് മോഡറേറ്റ് വോളറ്റിലിറ്റി ആണ്. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കാറ്റഗറികളുമായി നോക്കുമ്പോൾ
ഇത് മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു മോഡറേറ്റ് വോളറ്റിലിറ്റി ഉള്ളതാണ്. 18.13. ഷാർപ്പ് റേഷ്യോ 0.86 ഇത് റിസ്കിന് അനുസരിച്ച് വരുമാനം നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഷാർപ്പ് റേഷ്യോ കാണിക്കുന്നത്. ബീറ്റ 0.88 ഇത് ബെഞ്ച് മാർക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ ചെറിയ കുറവാണ് കാണിക്കുന്നത്. ഫണ്ട് റിസ്ക് ഉണ്ടെങ്കിലും അത് ഫലപ്രദമായി മാനേജ് ചെയ്ത് മികച്ച വരുമാനം നൽകുന്നതായി കാണിക്കുന്നു. ഇനി ഫണ്ട് മാനേജേഴ്സിൻ്റെ സ്ട്രാറ്റജി എന്താണെന്ന് നോക്കാവുന്നതാണ്. ബോട്ടം അപ്പ് സ്റ്റോക്ക് പിക്കിംഗ് സ്ട്രാറ്റജിയാണ് ആദ്യമായി ഉപയോഗിച്ചിരിക്കുന്നത്. കമ്പനിയുടെ ഫണ്ടമെൻ്റൽ അനാലിസിസ് വിലയിരുത്തി വളർച്ചാ സാധ്യതയും വിലയിരുത്തിയിട്ട് സ്മോൾ ക്യാപ്പ് ഫണ്ടുകൾ തിരഞ്ഞെടുക്കുന്നു. മാർക്കറ്റ് ക്യാപ്പ് അല്ലെങ്കിൽ നല്ല ഗ്രോത്ത് പൊട്ടൻഷ്യലുള്ള കമ്പനികളെയാണ് തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം സെക്ടർ ബേസ് ആയിട്ടല്ല നോക്കുന്നത്, കമ്പനിയുടെ അടിസ്ഥാനത്തിലാണ് നോക്കുന്നത്. മാർക്കറ്റ് ക്യാപിറ്റൽ അല്ലെങ്കിൽ നല്ല ഗ്രോത്ത് പൊട്ടൻഷ്യലുള്ള കമ്പനികളാണ് തിരഞ്ഞെടുക്കുന്നത്. രണ്ടാമത്തേന്ന് വെച്ചാൽ വാല്യൂ പ്ലസ് ഗ്രോത്ത് കോമ്പിനേഷൻ എന്ന സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുന്നത്. വിലയേറിയ ഗ്രോത്ത് സ്റ്റോക്കുകളും അതായത് ഹൈ ROE അതായത് റിട്ടേൺസ് ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഓർ റിട്ടേൺസ് ഓഫ് ഈക്വിറ്റി ഇങ്ങനെ തുടങ്ങിയ ROE തുടങ്ങിയ നല്ല വിലയേറിയ ഗ്രോത്ത് സ്റ്റോക്കുകളും ഇപ്പോൾ കുറഞ്ഞ വിലയിലുള്ള മൂല്യമുള്ള സ്റ്റോക്കുകളും ചേർന്ന് ശക്തമായ ഒരു പോർട്ട്ഫോളിയോ രൂപപ്പെടുത്തുന്നു. ഇതൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് തന്നെ ബൈ ചീപ്പ് റൈഡ് ഗ്രോത്ത് എന്ന നിലയിലാണ് സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുന്നത്. ചീപ്പ് റേറ്റ് കുറഞ്ഞ വിലയിലുള്ള അതും ഗ്രോത്തിനൊത്തു പോകുന്നതുമായ കമ്പനികളെയാണ് തിരഞ്ഞെടുക്കുന്നത് എന്ന നിലയിലാണ് പോർട്ട്ഫോളിയോ നിൽക്കുന്നത്. അതായത് പോർട്ട്ഫോളിയോയിൽ സ്റ്റോക്ക് തിരഞ്ഞെടുക്കുന്നത്. സെക്ടറൽ അലോക്കേഷൻ സ്ട്രാറ്റജി അതായത് ഇക്കണോമിക് സൈക്കിൾ അനുസരിച്ച് സെക്ടറൽ റൊട്ടേഷൻ നടപ്പിലാക്കുന്നു. സെക്ടറൽ അലോക്കേഷൻ നടപ്പിലാക്കുന്നത് ഇക്കണോമിക് സൈക്കിൾ അനുസരിച്ചാണ്. ഇതിൻ്റെ സെക്ടർ റൊട്ടേഷൻ നടപ്പിലാക്കുന്നു. ഇത് ഓരോ സാമ്പത്തിക സൈക്കിൾ അനുസരിച്ചും മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പ്രധാനമായിട്ടുള്ളത് ഫിനാൻസ്, ഹെൽത്ത് ആൻഡ് ഡയഗ്നോസ്റ്റിക്സ്, ക്യാപിറ്റൽ ഗുഡ്സ്, ഡൊമസ്റ്റിക് കൺസംഷൻ ഇത് FMCG റീറ്റെയിൽ അങ്ങനെ കൺസ്ട്രക്ഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ മേഖലകളിലാണ് ഇപ്പോൾ നിക്ഷേപിച്ചിരിക്കുന്നത്. അടുത്ത ആക്റ്റീവ് റീബാലൻസിങ് സ്ട്രാറ്റജി ഉപയോഗിക്കുന്നു. ഇത് കോർ പോർട്ട്ഫോളിയോ നിലനിർത്തിക്കൊണ്ട് വില കൂടുമ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നു. പിന്നെ ക്വാർട്ടർലി ബേസ് ആയിട്ട് റീബാലൻസിങ് ചെയ്യുന്നു. അതുവഴി റിസ്ക് കുറയ്ക്കുവാനും പറ്റുന്നു. ഇത് ആക്റ്റീവ് പോർട്ട്ഫോളിയോ റീബാലൻസിങ് ചെയ്യുന്നു. അതായത് കോർ പോർട്ട്ഫോളിയോ നിലനിർത്തിക്കൊണ്ട് തന്നെ വില കൂടുന്ന കമ്പനികൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നു. ക്വാർട്ടർലി ബേസിസിൽ റീബാലൻസിങ് ചെയ്യുകയും ചെയ്യുന്നു. ഇതുവഴി പരമാവധി റിസ്ക് കുറയ്ക്കാനും കഴിയുന്നു. അടുത്ത സ്ട്രാറ്റജി റിസ്ക് മിറ്റിഗേഷൻ സ്ട്രാറ്റജി എന്ന് പറയും. ഒരു സിംഗിൾ സ്റ്റോക്കിലെ എക്സ്പോഷർ പരമാവധി കുറയ്ക്കുന്നു. അതായത് ഏറ്റവും കൂടിയ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 5% താഴെയാണ്. ഹൈ വോളറ്റിലിറ്റിയും ലോ ലിക്വിഡിറ്റിയുമുള്ള സ്റ്റോക്കുകളെ ഒഴിവാക്കുന്നു. ക്യാഷ് ലെവൽ കുറച്ച് പരമാവധി ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഫണ്ട് മാനേജേഴ്സിൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നിക്ഷേപകർക്ക് പരിഗണിക്കാനുള്ളത് അതായത് ഹൈ ടേൺ ഓവർ റേഷ്യോ ഏതാണ്ട് 91%. ഫണ്ട് മാനേജേഴ്സ് ആക്റ്റീവായതുകൊണ്ട് തന്നെ മാർക്കറ്റിൻ്റെ അവസരങ്ങൾ മുതലാക്കാൻ പോർട്ട്ഫോളിയോയിൽ ഇടയ്ക്കിടെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. പിന്നെ റിസ്ക് പ്രൊഫൈൽ വളരെ ഉയർന്നതാണ്, അതിനനുസരിച്ച് റിട്ടേൺ കൊടുക്കുന്നുണ്ട്. നിക്ഷേപകർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറൈസൺ, നിക്ഷേപകർക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ദീർഘകാല ലക്ഷ്യത്തിലൂടെയുള്ള നിക്ഷേപങ്ങൾ അനുയോജ്യമാണ്. കുറഞ്ഞത് 3 വർഷം അതിൽ കൂടുതലോ നിക്ഷേപിക്കുന്നവർക്ക് മികച്ച നേട്ടം നൽകുന്നു. എങ്ങനെയാണ് NAV ടാർജറ്റ് നോക്കാവുന്നതാണ്. ഇത് NAV നെറ്റ് അസറ്റ് വാല്യൂവിൻ്റെ ടാർജറ്റ് എത്രയായിരിക്കും എന്ന് നോക്കാവുന്നതാണ്. ഇത് വരാൻ പോകുന്ന വളർച്ച എത്ര % ആയിരിക്കും, എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാവുന്നതാണ്. ഇതിനു വേണ്ടി NAV പ്രൊജക്ഷൻ
നോക്കണം. ഇത് ഹൈപ്പത്തറ്റിക്കൽ ഗ്രോത്ത് സിനാരിയോ ആണ് നമ്മൾ നോക്കുന്നത്. ഇത് NAV പ്രൊജക്ഷൻ. അതിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഫോർമുല പ്രൊജക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞത് ഫ്യൂച്ചർ NAV ഈസ് ഈക്വൽ ടു പ്രസൻറ്റ് NAV ഇൻറ്റു 1 + KGR ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ്. നമ്മളൊരു ഫോർമുല ഉണ്ട്, അതനുസരിച്ചാണ് പ്രൊജക്ഷൻ മെത്തേഡ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് ടാർഗറ്റ് എക്സ്പെക്റ്റേഷൻ എത്രയാണെന്നുള്ളതാണ്. ഇപ്പോൾ നിലവിലെ NAV ഈ 2025 നിലവിലെ NAV 109.94 അത് റെഗുലർ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിലാണ് നോക്കിയിരിക്കുന്നത്. 109.94. അടുത്തതിന് 2025 109.94 നിലവിലെ NAV. ഇപ്പം എങ്ങനെയാണ് ഇതിൻ്റെ വളർച്ച എന്ന് നോക്കാവുന്നതാണ്. 12% വളർച്ച വെച്ച് നോക്കിയാൽ കൺസർവേറ്റീവാണ്. 109.94%, 12% വെച്ച് നോക്കിയാൽ അത് തന്നെയാണ്. ആ ഒരു വർഷം 12-15% വലിയ മാറ്റങ്ങൾ വരുന്നില്ല. 109.7 തന്നെയാണ്, 109.94 തന്നെയാണ്. 12%, 15%, 18% ഉള്ള വളർച്ച. അതായത് ഒരു വർഷം കൊണ്ട് വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല എന്നാണ് ഇത് കാണിക്കുന്നത്. ഒരു വർഷത്തെ കൊണ്ട് വലിയ വളർച്ച കാണിക്കുന്നില്ല. അടുത്ത മീഡിയം ടേം നോക്കുകയാണെങ്കിൽ ഇത് ഇനി താഴോട്ട് 2026 ആകുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാവുന്നതാണ്. അത് 2026 12% വെച്ച് KGR നോക്കിയാൽ 123.13% അത് 15% 126.3% ആ KGR 18% അഗ്രസീവ് ആവുകയാണെങ്കിൽ 129.73. ഇനി അടുത്തത് 2027 137.90% 12% വെച്ച് വളർച്ച നോക്കിയാൽ. അത് 15% വെച്ച് നോക്കിയാൽ 145.40, 18% വെച്ച് നോക്കിയാൽ 153.08. അടുത്തത് 2028 154.45 12% വെച്ച് നോക്കിയാൽ. അതൊരു 15% 167.21. ഇനി അതൊരു 18% 180.63. 2029 ആകുമ്പോൾ 12% KGR വളർച്ച വന്നാൽ കോമ്പൗണ്ടിങ് ആനുവൽ ഗ്രോത്ത് വാർഷിക വളർച്ച 12% 2029 173, 15% 192.29. ഇനി 18% 213.14. 2030, അതായത് നമ്മളിപ്പോൾ പറഞ്ഞ 5 വർഷം, 2025 നിന്ന് 5 വർഷം മുമ്പ് 2030 12% വെച്ച് വളർച്ച നോക്കിയാൽ 193.70. അത് 15% 221.13. ഇനി അത് 18% 251.50 എന്ന രീതിയിലെത്തും. അതായത് 5 വർഷം കൊണ്ടുള്ള വളർച്ചാ പ്രൊജക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ചുരുക്കത്തിൽ NAV ടാർഗറ്റ് പറയുകയാണെങ്കിൽ ടാർഗറ്റ് ബേസ്ഡ് ഓൺ ദി പ്ലാനിങ് സജഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ചുരുക്കത്തിൽ NAVയുടെ ടാർഗറ്റ് പറയുകയാണെങ്കിൽ NAVയുടെ ടാർഗറ്റാണ്. ഇത് ഷോർട്ട് ടേം, ഇത് 1 ഇയറിന് താഴെ അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് മാർക്കറ്റിൽ വലിയ വോളറ്റിലിറ്റി ഒന്നും വരുന്നില്ല, വലിയ ഗ്രോത്തും കാണിക്കുന്നില്ല. മീഡിയം ടേമിൽ 3 വർഷത്തെ കാലാവധിയിലാണെങ്കിൽ NAV 145 മുതൽ 160 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് മോഡറേറ്റ് ടു അഗ്രസീവ് എന്ന രീതിയിലാണ് നോക്കേണ്ടത്. അതായത് 145 മുതൽ 160 വരെ NAVയുടെ ഗ്രോത്ത് ഉണ്ടാകുന്നു. ഇനി ലോങ് ടേം 5 ഇയേഴ്സ് എബോ ആണെങ്കിൽ, അല്ലെങ്കിൽ 5 വർഷത്തെ ഇതിലാണെങ്കിൽ NAV ടാർഗറ്റ് എന്ന് പറയുന്നത് 190 മുതൽ 250 വരെ പോകാവുന്നതാണ്. ഇതൊക്കെ മാർക്കറ്റിൻ്റെ അപ്പോഴത്തെ മൂമെൻറ്റും കൂടെ ബാധിക്കുന്നു. മാർക്കറ്റിൻ്റെ മൂമെൻറ്റും കൂടെ ബാധിക്കുന്നതിനനുസരിച്ചാണ് മാറ്റങ്ങൾ വരുന്നത്. ഇനി ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എത്രത്തോളം KGRൻ്റെ ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്തിൻ്റെ ടാർഗറ്റ് ആണെങ്കിൽ 15 മുതൽ 18% വരെയുള്ള വളർച്ച നേടാനുള്ള സാധ്യതയുണ്ട് ഈ 5 വർഷം. 2025 മുതൽ 2030 വരെ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 15 മുതൽ 18% വരെ കോമ്പൗണ്ടിങ് ആനുവൽ ഗ്രോത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടത് ലംസമായിട്ട് 5000 രൂപയും
SIPയിൽ 100 രൂപയ്ക്കും തുടങ്ങാൻ പറ്റും. ഇനി കൺക്ലൂഷൻ നോക്കാവുന്നത് ബന്ധൻ സ്മോൾ ക്യാപ്പ് ഫണ്ട് സ്മോൾ ക്യാപ്പ് വിഭാഗത്തിൽ സ്ഥിരമായി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഫണ്ടാണ്. ഉയർന്ന റിട്ടേൺസും ലഭിക്കാൻ ദീർഘകാല നിക്ഷേപ ലക്ഷ്യങ്ങളുള്ള നിക്ഷേപകർക്ക് അനുയോജ്യമാണ്. ഉയർന്ന റിസ്ക്കും റിട്ടേൺസും ഉണ്ട്. ചെറു കമ്പനികളുടെ വളർച്ചയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്ന നിക്ഷേപകർക്ക് മികച്ച ഒരു ഫണ്ടാണ് ഇത്. പിന്നെ സ്ഥിരതയുള്ള പ്രകടനമുണ്ട്. അനുഭവസമ്പന്നരായ ഫണ്ട് മാനേജേഴ്സ്, വ്യത്യസ്ത മേഖലകളിലുള്ള നിക്ഷേപങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഈ ഫണ്ട് മറ്റു ഫണ്ടുകളെ ഈ മേഖലയിലുള്ള അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പ് വിഭാഗത്തിലെ മറ്റു ഫണ്ടുകളേക്കാൾ മികച്ച വളർച്ചാ സാധ്യതയുണ്ട്.